ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സിന്ധു. നമുക്ക് മാനിഫെസ്റ്റേഷൻ എന്താ എല്ലാവർക്കും വർക്ക് ചെയ്യാത്തത് എന്തെന്ന് നമുക്ക് നോക്കാം. അല്ലേ, കുറച്ച് ആൾക്കാർക്ക് വർക്ക് ചെയ്യും, കുറച്ച് ആൾക്കാർക്ക് എന്തുകൊണ്ട് വർക്കാകുന്നില്ല. അതായത് നമുക്ക് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാം അല്ലേ, പ്രപഞ്ചശക്തിയിൽ നിന്ന് നമുക്ക് വേണ്ട നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കുക. ഈസി ആൻഡ് എഫോർട്ട്ലെസ് ആയിട്ട് നമുക്ക് വേണ്ടതെല്ലാം ഈ പ്രപഞ്ചത്തിൽ നിന്ന് അട്രാക്റ്റ് ചെയ്തെടുക്കുന്നതിന് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുകയെന്ന് പറയുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾക്ക് നമ്മുടെ മൈൻഡ് ക്ലെൻസ് ചെയ്ത് ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റോടു കൂടെ നമ്മൾ നിൽക്കണം. അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മുടെ കുഞ്ഞുനാൾ തൊട്ടുള്ള അതല്ല, നമുക്ക് നല്ലതും ചീത്തയുമായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് സംഭവിച്ചതാണ്. നമ്മുടെ കുഞ്ഞുനാൾ തൊട്ട് നമ്മളിപ്പോൾ എത്ര ഏജ് ആയിട്ടുണ്ടോ ഇത്രയും നാളിനുള്ളിൽ എന്തൊക്കെ നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടോ അതൊക്കെ ചില കാര്യങ്ങളൊക്കെ ഒരു ട്രോമയായിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഫീഡായി കിടപ്പുണ്ട്. അപ്പം നമ്മളൊരു പക്ഷേ ഹാപ്പി ആയിരിക്കും, ഇപ്പം നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ലായിരിക്കും. എന്നാൽ പോലും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന ബ്ലോക്കേജ് നമ്മൾ മാറ്റി ഒരു ക്രിസ്റ്റൽ ക്ലിയറായിട്ട് നിന്നിട്ട് മാനിഫെസ്റ്റ് ചെയ്താലേ അത് വർക്കൗട്ട് ആകത്തുള്ളൂ. അപ്പോൾ ആ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആ ക്രിസ്റ്റൽ ക്ലിയറായിട്ട് നിൽക്കുന്ന നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് വിഷ്വലൈസ് ചെയ്തിട്ട് എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതിൽ വി ആർ ലിവിങ് ഇൻ ഇറ്റ്. അതായത് അത് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ട് വിഷ്വലൈസ് ചെയ്യുകയും വേണം, ഗ്രാറ്റിറ്റ്യൂഡ് താങ്ക് യു പറഞ്ഞിട്ട് അതെനിക്ക് തന്നതിന് കിട്ടിയതിന് നന്ദി, പോസിറ്റീവായിട്ട് കിട്ടിയതായിട്ട് വി ആർ ലിവിങ് ഇൻ ഇറ്റ് അങ്ങനെ കണ്ടുകൊണ്ട് വിഷ്വലൈസ് ചെയ്തിട്ട് എന്ത് കാര്യം മാനിഫെസ്റ്റ് ചെയ്താലും അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. പിന്നെ അറിഞ്ഞിരിക്കേണ്ടത് നമുക്ക് നമ്മളിലുള്ള വൈബ്, അതായത് നമ്മൾ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടായിരിക്കണം. ആ എനർജിയാണ് നമുക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് പോയിട്ട് നമുക്കത് റിയാലിറ്റിയിലോട്ട് കിട്ടുന്നത്. അപ്പോൾ ആ എനർജിയിലോട് കൂടെ നിങ്ങളത് വിഷ്വലൈസ് ചെയ്ത് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാൻ പഠിക്കുക. അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഈസി ആൻഡ് എഫോർട്ട്ലെസ് ആയിട്ട് പ്രപഞ്ചത്തിൽ നമുക്ക് വേണ്ട എല്ലാം നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.